കഴിഞ്ഞ 2 ദിവസത്തിലധികമായി കേരളത്തിൽ ഏറ്റവും അധികം വാർത്താ പ്രാധാന്യത്തോടെ നൽകുന്നത് വി.ഡി. സതീശൻ്റെ കൂട്ടാളികളായ 2 പേരെ MDMA കേസിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായ ഹുസൈൻ, അതുപോലെ തന്നെ അബ്ദുൽ സലാം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് വി.ഡി. സതീശനുമായി അടുത്ത ബന്ധമുണ്ടെന്നും വി.ഡി. സതീശൻ്റെ ഏറ്റവും അടുത്ത അനുയായികളാണെന്നും അതുപോലെ വി.ഡി. സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് ഇവരെന്നുള്ള ചർച്ചകൾ വലിയ തരത്തിൽ വ്യാപകമായി അത് വലിയ ട്രോളുകളും അതുപോലെ തന്നെ പരിഹാസങ്ങളും ഒപ്പം തന്നെ വലിയ തരത്തിൽ വിമർശനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. നോക്കൂ, ഇവിടെ വി.ഡി. സതീശന് ഇവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതികളുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള ചിത്രങ്ങളും അതുപോലെ വീഡിയോകളടക്കം തന്നെ പുറത്തു വരുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ അത് മാധ്യമങ്ങൾ വലിയ തരത്തിൽ ആഘോഷിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ അതിനെക്കുറിച്ച് വി.ഡി. സതീശൻ പിന്നീട് അതുപോലെ തന്നെ വി.ഡി. സതീശൻ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം അതിനു മുന്നേ തന്നെ എം.വി. ഗോവിന്ദനടക്കം CPM-ന്റെ പല നേതാക്കളും പറഞ്ഞത് കോൺഗ്രസ് MDMA-ക്ക് കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ MDMA പ്രവർത്തകർക്ക് കൂട്ടുനിൽക്കുന്നു, അതുപോലെ തന്നെ മന്ത്രിമന്ദിരം അടക്കമുള്ളവ MDMA-ക്കാർക്ക് തീരെഴുതി കൊടുത്തു എന്ന തരത്തിലുള്ള എം.വി. ഗോവിന്ദനടക്കമുള്ള സംസാരങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രസ്താവനകൾ വന്നു. ഇത് പിന്നീട് വലിയ ചർച്ചയാവുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസമായി കണ്ടിന്യൂസ്ലി ഈ പറഞ്ഞ ചാനലുകളെല്ലാം വി.ഡി. സതീശനെതിരെ വാർത്ത കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുള്ള പ്രധാന കാരണം എന്നത് വി.ഡി. സതീശനൊപ്പമുള്ള ചിത്രം ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു എന്നുള്ളതാണ്. അതായത് വി.ഡി. സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇതിലെ ഒരു പ്രതി സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഫോട്ടോകളും അതുപോലെ വീഡിയോകളും പോസ്റ്റ് ചെയ്തിരുന്നത്. അത് അധികവും വി.ഡി. സതീശനുമായി ബന്ധമുള്ളവ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞൊരു കാരണമുണ്ട്. വി.ഡി. സതീശൻ പറഞ്ഞത്, എനിക്ക് 2 പേരെയും അറിയാം. ഇതിൽ 2 പേരിൽ ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ 2023 ഈ പറഞ്ഞ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണ സമയത്താണ് ഞാൻ ഇദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ഇദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് ഇതിനെ ചാനലുകൾ തന്നെ മാറ്റിപ്പറയുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ആദ്യം വി.ഡി. സതീശൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് കേട്ടിട്ട് വരാം, അതിനുശേഷം ബാക്കി പറയാം. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു, ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. അത് സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു, ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3 4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു 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 താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ, അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ ആർക്കും അതറിയില്ല. അതേ എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ കേട്ടതുപോലെ ഇതിൽ വി.ഡി. സതീശൻ പറയുന്നത്, ഈ 2 പേരെയും എനിക്കറിയാം. 2 പേരിൽ ഒരാളെ ഞാൻ വിളിക്കുന്നത് നവകേരള സദസ്സിൽ അന്ന് നാട് നീളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആക്രമണം നേരിടുന്ന സാഹചര്യമുണ്ടായി. അന്നാണ് ഞാൻ ഇവരെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും പിന്നീട് വരുമ്പോൾ കാണാമെന്ന് പറയുകയും ചെയ്തത്. പിന്നീട് ഞാനൊരു പരിപാടിയെ ബന്ധപ്പെട്ട് ഇവരുടെ മണ്ഡലത്തിൽ പോയപ്പോൾ അവിടുത്തെ MLA അടക്കമുള്ളവർ അങ്ങ് പറഞ്ഞിരുന്നതാണ് പോകാമെന്ന്, അതുകൊണ്ട് പോകണം അല്ലെങ്കിൽ മോശമാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പോയി കാണുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വീഡിയോയും ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു തവണ പോലും വി.ഡി. സതീശൻ എനിക്കിവരെ അറിയില്ല എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നവകേരള സമയത്താണ് പരിചയപ്പെടുന്നതെന്നോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ആലോചിക്കണം, വി.ഡി. സതീശൻ പറഞ്ഞത് നവകേരള സമയത്താണ്, അതായത് നവകേരളത്തിൻ്റെ സദസ്സിനെ ബന്ധപ്പെട്ട സമയത്താണ് ഞാൻ ഇവരെ ഫോണിൽ വിളിക്കുന്നത്, അതിനുശേഷമാണ് ഞാൻ വീട്ടിൽ പോയി കാണുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങൾ അതിനെ
മറ്റൊരു തരത്തിൽ പടച്ചുവിട്ടു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതുകൂടാതെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ വി.ഡി. സതീശനെതിരെ കൊട്ടേഷൻ എടുത്ത പോലെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ കൊട്ടേഷൻ എടുത്ത പോലെയാണ് വാർത്തകൾ നൽകുന്നത് എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ശക്തമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ കൃത്യമായി അജണ്ട വെച്ച് വി.ഡി. സതീശനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നത്. അതിനായി ഇവർ പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഹുസൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹുസൈനെ ബന്ധപ്പെട്ട് പിടികൂടിയ MDMA കേസിൽ അറസ്റ്റിലായ 2 പേരിൽ ഒരാൾക്ക് വി.ഡി. സതീശനുമായി ബന്ധമുണ്ട്, വി.ഡി. സതീശനുമായി അടുത്ത ചിത്രങ്ങളുണ്ട്, വി.ഡി. സതീശനുമായി നിൽക്കുന്ന വീഡിയോകൾ പുറത്തു വരുന്നു, വി.ഡി. സതീശനുമായി ഇഫ്താറിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതൊക്കെയാണ്. ഇതിൽ വി.ഡി. സതീശൻ പറഞ്ഞെന്താണ്, എനിക്കിവരെ പരിചയമുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ ഇവർക്ക് MDMA കടത്തുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവരെ പരിചയപ്പെട്ടെന്ന് ഒരു തവണ പോലും വി.ഡി. സതീശൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ വിമർശിക്കുന്ന മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് വി.ഡി. സതീശനുമായി MDMA കേസിലെ പ്രതികൾക്ക് ഇവരെല്ലാം ഒരു കൂട്ടുകച്ചവടമാണെന്നുള്ള ആരോപണമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഒന്നാലോചിക്കണം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് 2 വർഷത്തെ പിണറായി ഭരണത്തിൻ്റെ കാലത്ത്, അതായത് 10 വർഷം കൃത്യമായി പറഞ്ഞാൽ, ഈ 10 വർഷത്തെ പിണറായി ഭരണത്തിൽ നിരവധി CPM പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട്. അത് ലഹരി കേസിലായിക്കോട്ടെ, MDMA കേസിലായിക്കോട്ടെ, കഞ്ചാവ് കേസിലായിക്കോട്ടെ, അങ്ങനെ തുടങ്ങി അഴിമതി ആക്രമണ ആരോപണ കേസുകളെല്ലാം അറസ്റ്റിലായത് ഏറ്റവും അധികം CPMൻ്റെ പ്രവർത്തകരാണ്. ഏറ്റവും അവസാനം അർജുൻ നായിക് എന്ന കൊടും ക്രിമിനൽ അടക്കമുള്ളവർ CPMൻ്റെ ഭരണകാലത്താണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണകാലത്താണ് ഏറ്റവും അധികം വേട്ടയാടപ്പെട്ടിട്ടുള്ളത്. ഇവർക്കെല്ലാവർക്കും ആഘോഷിക്കുന്നതും ഇവരെ സഖാവ് എന്ന് വിളിക്കുന്നതും ധീരതയോടെ നിൽക്കണം സഖാവ് എന്ന് പറയുന്നതെല്ലാം ഈ പറഞ്ഞ ക്രിമിനലുകൾക്ക് ആഘോഷങ്ങൾ ഉണ്ടാക്കുന്ന, ക്രിമിനലുകൾക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയ CPMൻ്റെ പ്രവർത്തകരാണ് ഇപ്പോഴിതാ വി.ഡി. സതീശൻ MDMA കടത്തുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള വാർത്തകൾ പടച്ചുവിടുന്നത് എന്നുള്ള ആരോപണം ഉണ്ടാകുന്നു. നാം ഒന്ന് ആലോചിക്കണം, ഇവിടെ ഒരു ബ്രാൻഡ് സെക്രട്ടറിയാണ് 1 കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളുമായി വാഹന കടത്ത് കേസിൽ അറസ്റ്റിലാകുന്നത്. അതായത് സ്വന്തം വാഹനത്തിൽ 1 കോടി രൂപയിലധികം വിലമതിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുപോയി അത് പിടിയിലാവുകയും പിന്നീട് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ അത് വെറും ഒരു പ്രഹസനമായിരുന്നു എന്നും പിന്നീട് കുറച്ച് നാൾക്ക് ശേഷം അദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ മന്ത്രി വീണ ജോർജ് ഈ പറഞ്ഞ പ്രതികൾക്കടക്കം, അതായത് കാപ്പ കേസിലെ പ്രതികൾക്കൊപ്പം നിന്നാണ് ഈ പറഞ്ഞ പാർട്ടിയിലേക്ക് അംഗത്വം കൊടുക്കുന്നതും അവരെ ജയിൽ വിളിക്കുക. പിന്നീട് അത് വിവാദമായപ്പോൾ വീണ ജോർജ് പറഞ്ഞു അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, അതൊക്കെ കഴിഞ്ഞതല്ലേ, ഇപ്പോൾ അങ്ങനെയല്ല. എന്നാൽ അതേ പ്രതി പിന്നീട് വീണ്ടും അക്രമ കേസിൽ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിരവധി CPM പ്രവർത്തകർ ഇപ്പോഴും ഈ പറഞ്ഞ ലഹരി കേസിൽ, അക്രമ കേസിൽ, ഗുണ്ടാ കേസിലൊക്കെ അറസ്റ്റിലായി ജയിലിൽ കഴിയും. ഇവർക്കെല്ലാം വീരപരിവേഷം നൽകുന്ന CPMഉം അതുപോലെ CPMൻ്റെ പ്രവർത്തകരും ഇപ്പോൾ വി.ഡി. സതീശനുമായി ബന്ധമുള്ള ഒരാളെന്ന് ആരോപിച്ചുകൊണ്ട് വി.ഡി. സതീശനെ വേട്ടയാടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാന ആരോപണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതി ഏതാണ്ട് 20 വർഷത്തോളം തടവിന് കോടതി ശിക്ഷിച്ച പ്രതിയെ ഇപ്പോഴും വീരപരിവേഷം നൽകി ജയിലിൽ കിടക്കുന്ന പ്രതിക്ക് പാർട്ടി അംഗത്വവും അതുപോലെ ഈ പറഞ്ഞ പഞ്ചായത്ത് പദവിയും, അതായത് പഞ്ചായത്തിലെ കൗൺസിലർ പദവി, അതായത് കൃത്യം പറഞ്ഞാൽ പഞ്ചായത്തിന് വാർഡ് മെമ്പർ പദവി അടക്കം കൊടുത്തുകൊണ്ട് ആഘോഷമാക്കുന്ന, തലയിൽ വെച്ചിരിക്കുന്ന CPM-ആണ് MDMA കേസിൽ അറസ്റ്റിലായ ആൾക്ക് വി.ഡി. സതീശനൊപ്പം ചിത്രമുണ്ട് എന്നുള്ളത് കൊണ്ട് വി.ഡി. സതീശനെ MDMA കടത്തുകാരനായി ചിത്രീകരിക്കുന്നുള്ള ആരോപണം ഉണ്ടാകുന്നു. അതുപോലെ നിരവധി കേസുകളിൽ പ്രതിയായ നിരവധി CPM പ്രവർത്തകർ, നിരവധി അനുകൂലികളെല്ലാം, ഏറ്റവും പ്രധാനം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളടക്കമുള്ളവർക്ക് CPM-മായി അടുത്ത ബന്ധം ഇപ്പോഴും അവർ വെച്ച് പുറത്തുന്നുണ്ട്. ഇവരെല്ലാം ഇപ്പോഴും ഹീറോസ് ആയി കൊണ്ട് നടക്കുന്ന നിരവധി ആൾക്കാർ ഉണ്ടാകുന്നുമുണ്ട്. ആ കാലഘട്ടത്തിൽ അവരാണ് ഇവിടെ ഇപ്പോഴാ വി.ഡി. സതീശനൊപ്പം ചിത്രമുണ്ട് എന്നുള്ളത് കൊണ്ട് വി.ഡി. സതീശനെ വേട്ടയാടാൻ ഇറങ്ങുന്നത് എന്നുള്ളതാണ് ആരോപണം ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ചാനലുമായി ബന്ധപ്പെട്ട് മാത്രം, കൃത്യമായി ഒരു പ്രത്യേക ചാനലുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ആരോപണങ്ങളും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ആ ചാനലുമായി ബന്ധപ്പെട്ട ചാനലിലെ മുതലാളിമാരിൽ ചിലർക്ക് ഈ പറഞ്ഞ നിരവധി അഴിമതി കേസിലും അതുപോലെ മരമുറി കേസിലൊക്കെ അറസ്റ്റിലായിട്ടുള്ളവരാണ്. അവരുടെ കേസ് ഇപ്പോഴാ വീണ്ടും കോടതിയിലെത്തുന്നു. അത് വീണ്ടും വാർത്തയാക്കുമ്പോൾ അതേ ചാനൽ ഇപ്പോഴാ വി.ഡി. സതീശനെ വേട്ടയാടാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്ന പ്രധാന ആരോപണം. അതിനുള്ള കാരണങ്ങളും ഇവർ തന്നെ പറയുന്നുണ്ട്. അതായത് ഒരാൾ വി.ഡി. സതീശനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു, ആ ഫോട്ടോ എടുക്കുന്നയാൾ പിന്നീട് കേസിൽ പ്രതിയായി അറസ്റ്റിലാകുന്നു. അതുകൊണ്ട് വി.ഡി. സതീശന് ബന്ധമുണ്ടെന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വി.ഡി. സതീശൻ അന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിനൊപ്പം ഫോട്ടോ എടുക്കാൻ ആൾക്കാരുണ്ടാകും, വീഡിയോ എടുക്കാൻ ആൾക്കാരുണ്ടാകും, അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാകും. അവർക്കെല്ലാവർക്കും ഈ പറഞ്ഞ വി.ഡി. സതീശനുമായി അടുത്ത ബന്ധമാണെന്നും അവരുമായി എല്ലാം വി.ഡി. സതീശൻ അടുത്ത ബന്ധം വെച്ച് പുറത്തുന്ന രീതിയിലാണ് ഇവർ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ഫോട്ടോ എടുക്കുന്നവർ, സ്വീകരണം ഒരുക്കുന്നവർ, തോളിൽ കയറ്റി നിൽക്കുന്നവർ, അടുത്തുനിന്ന് ചേർന്ന് നിൽക്കുന്നവരെല്ലാം പിന്നീട് ഏതെങ്കിലും കേസിൽ പ്രതിയായാൽ അതിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണോ മറുപടി പറയേണ്ടത് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
ഇവരെ MDMA കേസിൽ അറസ്റ്റ് ചെയ്തത് കോൺഗ്രസിൻ്റെ സർക്കാരാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ പദ്ധതി ബന്ധപ്പെട്ടാണ് ഇവർ അറസ്റ്റിലാകുന്നത്. ഇവർക്ക് ഒരിടത്തു നിന്നും പാർട്ടിയുടെ ഒരു പിന്തുണയും ലഭിച്ചിട്ടില്ല. ഈ വാർത്ത പുറത്തു വന്നാൽ കേസിൽ പ്രതിയായി എന്നറിഞ്ഞ ഉടൻ തന്നെ ഇവരെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വം നിന്ന് പോലും പുറത്താക്കി യൂത്ത് കോൺഗ്രസ് നടപടിയും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ മറുവശത്ത് CPM ഇപ്പോഴും ക്രിമിനലുകൾ താങ്ങി നടക്കുമ്പോൾ ഇവിടെ ഒരു കേസിൽ പ്രതിയായി എന്ന് കണ്ട ഉടനെ തന്നെ പുറത്താക്കി നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ഇവർ പറയുന്നത്. മറ്റൊന്ന്, ഇപ്പോഴും അത്തരത്തിലുള്ള പ്രവണതകൾ CPM വെച്ച് പുലർത്തുമ്പോഴും കോൺഗ്രസിനെതിരെ കിട്ടുന്ന വാളായി ഇതിന് ഉപയോഗിക്കുമ്പോൾ അത് തിരിച്ചു തന്നെ കിട്ടുമെന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്നതെന്നും ഇവർ പറയുന്നുണ്ട്. കാരണമായി ഇവർ പറയുന്നത് ഏറ്റവും അധികം ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ളവർ CPMിലാണുള്ളത്. എന്നാൽ അവരിവിടെ കോൺഗ്രസ് പുറത്താക്കിയ, കോൺഗ്രസിന് യാതൊരു പിന്തുണയും കൊടുക്കാതെ ഒരാൾ MDMA കേസിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് പിടിച്ചകത്തിട്ടിരിക്കുന്നത്. എന്നാൽ ഇവർ കോൺഗ്രസിന് അനുകൂലമായി അല്ലെങ്കിൽ കോൺഗ്രസിനാണ് ബന്ധമുള്ളതെന്നും VD സതീശന് വരെ ബന്ധമുണ്ടെന്ന് ആരോപണം ഉണ്ടാക്കുമ്പോൾ എന്ത് ധാർമ്മികതയാണ് ഇതിലുള്ളതെന്നാണ് ചോദ്യമുണ്ടാക്കുന്നത്. നാം ഇവർ പറയുന്നത് ആലോചിക്കണം. ഒരു ചാനൽ വ്യക്തമായി VD സതീശനെതിരെ കൃത്യമായി വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനവർ പറയുന്നത് ഈ പറഞ്ഞ MDMA കേസിലെ പ്രതിക്ക് VD സതീശനുമായി ബന്ധമുണ്ട്, VD സതീശനുമായി ഫോട്ടോ എടുത്തിട്ടുണ്ട്, VD സതീശനുമായി വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്, VD സതീശനുമായി ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട്, VD സതീശനുമായി ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് പറയുന്നത് ആയിക്കോട്ടെ, ഇതെല്ലാ ചിത്രങ്ങളുമുണ്ട്, സമ്മതിക്കുന്നു, അതുകൊണ്ട് VD സതീശൻ MDMA കടത്താൻ പോയി എന്നാണോ CPM ആരോപിക്കുന്നത് അല്ലെങ്കിൽ ഈ ചാനൽ ആരോപിക്കുന്നത് എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. എന്നാൽ ഇവർ പറയുന്നത് എങ്ങനെയാണ് ഈ ചാനൽ ചെയ്യുന്നത്? കൃത്യമായി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് VD സതീശനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വാർത്തകൾ കൃത്യമായി പടച്ചുവിടുന്നു. ദിവസേന ആ ചാനൽ പരിശോധിച്ചാൽ മനസ്സിലാകും, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 10, 15, 20 കാർഡുകളാണ് VD സതീശനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലവർ VD സതീശൻ യൂട്ടൺ അടിച്ചു, VD സതീശൻ നുണ പറഞ്ഞു, VD സതീശൻ വ്യാജം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും ഇവരുടെ വാർത്തകൾ മെറ്റ ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ സാഹചര്യം ഉണ്ടായപ്പോഴും അതിനും പറയുന്നത് അത് VD സതീശൻ ഇതാ റിമൂവ് ചെയ്യിപ്പിച്ചു, VD സതീശൻ ഇതാ മാധ്യമ വേട്ടയാടൽ നടത്തുന്നു എന്ന രീതിയിലാണ്. എന്നാൽ അതൊന്നുമല്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ സംഭവിക്കുന്നത് ഈ ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്നവർ കേസിലെ പ്രതികളാണ്. അതിപ്പോൾ മാംഗോ ഫോൺ ആയിക്കോട്ടെ, മൂട്ടിൽ മരവർ കേസ് ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി നിരവധി കേസുകളിൽ ഇവർ പ്രതിയാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനം മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞതിൽ പോലും ഇവർ ആരോപണം നേരിടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ സർക്കാർ അന്വേഷണം ഉണ്ടാകുന്നുമുണ്ട്. അതിനെതിരെയാണ് ഇവരിപ്പോഴിതാ പ്രതികാര നടപടി എന്നോണം VD സതീശനെ വേട്ടയാടുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് ഇവിടെ നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്.